ഹായ് ഓൾ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡിനെ കൊണ്ട് ഉണ്ടാക്കുന്ന സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അതേപോലെ എനിക്കാണെങ്കിൽ ഇത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. നോമ്പിനൊക്കെ ഇഫ്താറിന് നല്ല രുചിയോടെ മയോണൈസോ സോസോ കൂട്ടിയിട്ട് കഴിക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്നനുസരിച്ചിട്ട് ചെയ്യാം. ഒരു ബ്രെഡിൽ നമുക്ക് 3 വരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ വേഗം നല്ല രീതിയിൽ പൊടിയാതെ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കത്തിയിലാണെങ്കിലും കത്രികയിലാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേയൊക്കെ ഫ്രിഡ്ജിൽ ബ്രെഡ് ഒന്ന് സൂക്ഷിക്കുക. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡുള്ള ആ ഒരു പോർഷനൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ 3 പീസസ് ആക്കിയിട്ട് മാറ്റിയെടുത്താൽ മതി. 3 ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കുഞ്ഞു പീസാക്കിയിട്ട് ഒരു 4-5 പീസൊക്കെ ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ബ്രെഡ് സ്ലൈസിനെ 3 പീസാക്കിയിട്ട് മുഴുവനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട കൊണ്ടുള്ള ഇത് തയ്യാറാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 3 മുട്ടയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എനിക്കിപ്പോൾ ഇതിൽ 5 മുട്ട ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഇത്രയും ബ്രെഡിന് 5 മുട്ട ആവശ്യമുണ്ട്. 5 മുട്ട ആദ്യം ഒഴിച്ചു കൊടുത്താൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടമായിരിക്കും. അതുകൊണ്ട് ഞാൻ 3 മുട്ട ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 3/4 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മല്ലിയില ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ അളവ് കുറച്ചെടുക്കുന്ന ആൾക്കാർ മുട്ടയും കുറക്കുക. അതേപോലെ ഇതിലേക്കിടുന്ന പൊടികളും മല്ലിയിലൊക്കെ കുറച്ചിട്ടെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും. ഇപ്പോൾ ഇതേപോലെ ഞാൻ മല്ലിയില മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഫ്ലെക്സ് ആണ്. ചില്ലി ഫ്ലെക്സ് ഞാനിപ്പോൾ 1 സ്പൂണിൻ്റെ അടുത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒറിഗാനോ വേണം. ഉള്ളവർ ചേർത്ത് കൊടുക്കുക, ഇല്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളവരാണെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒറിഗാനോവും ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കലാണ്. ഒരു ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി സ്പൈസി ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിയിലയും ചില്ലി ഫ്ലെക്സും ഒക്കെ നല്ല രീതിയിൽ മിക്സ് ആയിട്ട് വരണം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് 2 മുട്ടയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 10 സ്ലൈസ് ബ്രെഡിന് പിന്നെ ബ്രെഡിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് വലിപ്പമൊക്കെ കൂടുന്നതനുസരിച്ചിട്ട് മുട്ടയിലെ അളവൊക്കെ മാറ്റം വരും. ഇപ്പോൾ ഞാൻ ചേർത്ത 5 മുട്ട നല്ല കറക്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില ബ്രെഡിന് 10 സ്ലൈസ് ബ്രെഡിന് 6 മുട്ടയൊക്കെ വേണ്ടി വരും കേട്ടോ. ബ്രെഡിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് മാറ്റം വരും. അപ്പോൾ ഇതേപോലെ വീണ്ടും 2 മുട്ട ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി ഇതേപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡ് ആദ്യം നമ്മൾ മുട്ടയിൽ റെഡിയാക്കി വെച്ച ആ ഒരു ലിക്വിഡിലേക്ക് മുക്കിയിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മുട്ടയിൽ റെഡിയാക്കി എടുത്ത ആ ഒരു ലിക്വിഡും ആണ്. അപ്പോൾ അത് നല്ലപോലെ ബ്രെഡിൽ മിക്സ് ചെയ്തെടുക്കുക. 2 പ്രാവശ്യം ഇങ്ങനെ ഇതേപോലെ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ മുട്ടയുടെ മിക്സ് ഈ ഒരു ബ്രെഡ് ക്രംസിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കയ്യിൽ മുട്ടയിൽ മുക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത്ര മുട്ട ഈ ബ്രെഡ് ക്രംസിൽ വന്നിട്ട് ഇതാവില്ല. മുട്ട നല്ല രീതിയിൽ തന്നെ ഈ ബ്രെഡ് ക്രംസിൽ വന്ന് വീണാലും ബാക്കി ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം കൂടി നല്ല രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ കുറേ സമയം വെക്കരുത് കേട്ടോ. വേഗം തന്നെ പൊരിച്ചെടുക്കുക. കാരണം ബ്രെഡല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഞാനിതൊക്കെ ചെയ്തെടുക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ ജസ്റ്റ് അടിയിലുള്ള ബ്രെഡൊക്കെ സൂക്ഷിച്ചിട്ടെടുക്കേണ്ട ഒരു പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ എണ്ണയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഒരു സൈഡ് ബ്രൗൺ ആയതിനു ശേഷം മറ്റേ സൈഡ് തിരിച്ചിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ചാനലിൽ കണ്ടിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ ചെയ്യുന്ന സമയത്ത് ഇത്രയൊരു ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ബ്രെഡല്ലേ ഒരു സാധാരണ ടേസ്റ്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മയോണൈസിൻ്റെ കൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. സോസിൻ്റെ കൂടെ ആയാലും ടേസ്റ്റിന് മയോണൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് മയോണൈസും കൂടി ചെയ്തിട്ട് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. നോമ്പിൻ്റെ സമയത്തൊക്കെ നല്ല കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക.
അത്യാവശ്യം ഈ ഒരു കളറാകുമ്പോൾ തന്നെ ഏകദേശം ഒരു നല്ല ബ്രൗൺ കളർ ആയിക്കോട്ടെ, ആ ഒരു സമയത്ത് തന്നെ കോരിയെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരുപാട് നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഇനിയും ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. വീണ്ടും വരാം. ബൈ. അസ്സലാമു അലൈക്കും.